ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്കിലേ എന്നോടൊന്ന് പറയാമായിരുന്നു, എന്റെ പൊന്ന് ട്രംപേ. മോഡിയുടെ ചോദിച്ചൊരു കാര്യമില്ലെന്ന് വയ്ക്കാം, പക്ഷെ ട്രംപ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നു. എന്നാ ഒരു ചതിയാണ് നടന്നത്. പക്ഷെ മാർക്കറ്റ് കിടിലായിരുന്നു കേട്ടോ, നല്ല ഉഗ്രം മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ ട്രേഡബിൾ ആക്ഷൻസ് ഒന്നും എനിക്ക് കിട്ടിയോ എന്ന് സംശയമാണ് പലർക്കും. ഇറ്റ്സ് എ ലോങ് വൈഡ് IB ആയിട്ടുള്ള ഹെവി ഓപ്പണിംഗ് ആണ്. ഒരു ഗ്യാപ്പ് അപ്പ് OAOR ഓപ്പണിംഗ് ആണ്. ഹ്യൂജ് വോളിയം, കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയ്ക്ക് ഏറ്റവും ഹയസ്റ്റ് വോളിയം വന്നൊരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കൃത്യമായിട്ട് മാർക്കറ്റിൽ കടന്നുപോയി. ചുരുക്കി പറഞ്ഞാൽ ഹെവി വോളിയത്തിലൂടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി നമ്മൾ ഈ പ്രയത്തിന്റെ അകത്ത് തന്നെ കിടന്ന് കളിക്കാം. ഇല്ലെങ്കിൽ ഈ ഇന്നത്തെ ലോവർ ലെവലിൽ പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാലൻസ് മൂവ് വരാനോ അല്ലെങ്കിൽ ഒരു കിഡിലും ഡൗൺവേർഡോ അപ്വേർഡോ മൂവോ വരാനുള്ള ചാൻസ് വളരെയധികം നിഫ്റ്റിയിൽ കൂടുതലാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊരു മാർക്കറ്റ് അല്ലേ, വല്ലാത്തൊരു. എനിക്ക് റെഫറൻസ് ലെവലൊന്നും നമുക്ക് റെഫറൻസ് ലെവലിൽ കൊടുക്കണമെങ്കിൽ ആ റെഫറൻസ് ലെവൽ വർക്ക് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. നമ്മുടെ എല്ലാ ലെവലിനും അപ്പുറത്തേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് റെഫറൻസ് ലെവൽ എടുത്ത് ചെയ്താലും ആ ട്രേഡ് സക്സസ്ഫുൾ ആവുമോ? ഇല്ല. നമ്മളെ സ്പോട്ട് പ്രകാരം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. റെഫറൻസ് ട്രേഡ് പ്രകാരം നിഫ്റ്റി എല്ലാത്തിനും മുകളിൽ ഓപ്പൺ ചെയ്ത് പോയി. ബാങ്ക് നിഫ്റ്റി എല്ലാത്തിനും മുകളിൽ ഓപ്പൺ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ട്രേഡബിൾ ആക്ഷൻസ് കിട്ടിയോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള നാളത്തേക്കുള്ള ഒരു റിവ്യൂയിലേക്ക് കടക്കാം. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു പക്ക ഒരു വൈഡ് IB ഓപ്പണിംഗ് വിത്ത് നോർമൽ ഡേ സ്ട്രക്ചറിലാണ് ആശാൻ ഓപ്പൺ ചെയ്തത്. വൈഡ് IB ഓപ്പണിംഗ് വിത്ത് നോർമൽ സ്ട്രക്ചറിലാണ് ആശാൻ ഓപ്പൺ. പ്യുവർലി ഒരു B ഷേപ്ഡ് പ്രൊഫൈലാണ്. നമ്മളെ ഒരു ലോങ് ലിക്വിഡേഷൻ ഒക്കെ അപ്പർ സൈഡിൽ കണ്ടിട്ടുണ്ട്. അതായത് ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് അപ്പർ സൈഡിൽ കണ്ടുകൊണ്ട് ലാർജർ സിംഗിൾ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. പക്ക ഒരു B ഷേപ്ഡ് പ്രൊഫൈലാണ്. പക്ഷെ ഇന്നത്തെ പ്രൊഫൈലിലെ ലോവർ ലെവൽ പൊട്ടിയാൽ മാത്രമേ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഹെവി സെല്ലിങ്ങിനെ കുറിച്ച് ചാൻസ് ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി പറഞ്ഞാൽ പക്ക ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേന്നോ അങ്ങനത്തെ ഒന്നും കാര്യം പറയാൻ പറ്റില്ല. വൈഡ് IB ലാർജർ സ്ട്രക്ചറിന്റെ മാർക്കറ്റിന്റെ ഭാഗത്തേക്കാണ് നമ്മുടെ മോളിലോട്ടുള്ള എല്ലാ റെഫറൻസ് അപ് ടു 26,340 എല്ലാ വീപ്പോക്കുകളും ടച്ച് ചെയ്ത് പോയ ദിവസമാണ്. ഇനി ഫ്രഷ് സെല്ലെന്ന് ഞാൻ പറയണമെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ 25,600 ഇന്നത്തെ ലോവർ സ്ട്രക്ചർ പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ 25,600 പൊട്ടായിരുന്നു. നമ്മൾ POC വന്നിരിക്കുന്നത് 25,788 ഭാഗത്താണ്. എനിക്ക് ആദ്യം ആ POC മുകളിലോട്ട് കൊടുക്കും. 25,758 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC 25,758 അല്ലേ നമ്മൾ നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ. നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ 25,758 ഭാഗത്താണ് വരേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം നിഫ്റ്റിയുടെ POC മുകളിലോട്ട് കൊണ്ടുപോകാം. 25,758 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ POC കൊണ്ടുവന്നു. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിനി ബുള്ളിഷ് റെഫറൻസ് പറയാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,941 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കൂ. 25,941 സ്പോട്ട് 25,941 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഫസ്റ്റ് എങ്ങോട്ട് പോകാൻ ബൈ 26,000 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ്. നമ്മൾ 6-1 എന്ന് പറഞ്ഞാൽ 26,000 ഭാഗത്ത് 26,000 ഭാഗത്തേക്ക്, ആ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ ഈ അപ്പർ സൈഡിലെ ഈ റെഫറൻസ് ലെവലുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആശാൻ പോകും. ഇതായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് റെഫറൻസ് ലെവലുകൾ. 26,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് എന്താണ്? 26,050. ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റാണ് 26,050 ഭാഗത്ത് 26,050 ഭാഗത്തും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,105 26,105. ചുരുക്കി പറഞ്ഞ ഇന്നത്തെ എ പീരീഡിന്റെ സിംഗിൾ പ്രിന്റ്സിന്റെ ഭാഗത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ ചാൻസ് ഉള്ളൂ. ഇനി ഇന്നത്തെ ലോവർ ലെവൽ അല്ലെങ്കിൽ 25,600 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. അത്രയാണ് 25,600 പൊട്ടുകയാണെങ്കിൽ മാത്രം ഞാനൊരു സെല്ലിങ്ങിനെ ഇന്നത്തെ ലോവർ ലെവൽ പൊട്ടുകയാണെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം.
ആ സെല്ലിങ് എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 25,545 ഭാഗത്തേക്ക് 25,545 ഭാഗത്തേക്ക് 25,545 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,500 ഭാഗം 25,500 ഭാഗത്തേക്കും. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 25,451 ഈ ഒരു ബി പോക്കിന്റെ ഭാഗത്തേക്ക് വിതിൻ POC 25,452 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞ അപ്സൈഡ് എന്ന് പറയുമ്പം ഈ അപ്സൈഡ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഇന്ന് മോർണിംഗിൽ വന്ന ആ ഹൈയുടെ ഭാഗത്തേക്കൊക്കെ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ അപ്സൈഡിന് ചാൻസ് ഉള്ളൂ. ലോവർ സൈഡ് ആണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ താഴേക്ക് വന്ന് 25,600 താഴെ സെല്ലിങ് എടുക്കാം. അത് 25,545 500 450 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി 2.5% കയറി. ബാങ്ക് നിഫ്റ്റി എല്ലാം ബി ഷേപ്ഡ് പ്രൊഫൈലാണ്, പക്ക ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. സോ ഇന്നത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ അല്ലെങ്കിൽ 59,762 താഴെ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് എത്രയാണ്? 50 ബി ഷേപ്ഡ് പ്രൊഫൈലാണ്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, OA ആണ്. 59,762 ആണ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? 59,651 ഭാഗത്തേക്ക് 51,650 59,650 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ റൗണ്ട് നമ്പർ ഫിഗർ ആയ 59,500 ഭാഗത്തേക്ക് 15,500 ഭാഗത്തേക്കും. തേർഡ് എന്ന് പറയുമ്പം തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,000 ഈ ഒരു 500 കഴിഞ്ഞ അടുത്ത പറഞ്ഞ ഈ ഇമ്പോർട്ടൻ്റ് 59,357 ഭാഗത്ത് എത്രയാണ്? 59,357 ഇന്നത്തെ R3 ആണ്. ആ ഭാഗത്തേക്ക് എത്താം ചുരുക്കി പറഞ്ഞാൽ. ഇതാണ് താഴേക്കുള്ള റഫറൻസ് ലെവലുകൾ. ഇന്നത്തെ POC വന്നിരിക്കുന്നത് 60 വരുന്നൊരു 42 ഭാഗത്തേക്ക് POC വന്നിട്ടുണ്ട്. ലാർജർ ബി പീരീഡ് സിംഗിൾ പ്രിന്റ് ആണ്. സോ 60-140 ആണ് നമ്മുടെ സിംഗിൾ പ്രിന്റ് വരുന്നത്. ഇനി ബൈ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി 60-400 മുകളിൽ മാത്രമേ ഞാൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബൈ ഉള്ളൂ. 60-400 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബൈ ഉള്ളൂ. ഇന്ന് ഹെവി 61-750 പോയി. ഇതൊക്കെ വല്ലാത്തൊരു ചതിയാണ് കാണിച്ചത്. സോ മാർക്കറ്റ് കയറി പോകണമെങ്കിൽ എവിടെ വരെ പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. 60-400 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 60-555 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ R2 എന്ന് പറഞ്ഞ 60,710 ഭാഗത്തേക്ക് പോവാനും, R3 എന്ന് പറഞ്ഞാൽ 60,885 ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മറ്റുള്ള ലെവലാണ്. സോ അപ്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ റെഫറൻസ് ലെവലുകളൊക്കെ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. സോ ഈ ഒരു ലെവലിൽ മാർക്ക് ചെയ്യുക. ഇന്നത്തെ ലോവർ ലെവൽ പൊട്ടുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള സെല്ലിങ് ഇൻഡെക്സിൽ വരാം. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു, നോർമൽ ഡേ ആയിരുന്നു, പക്ക ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. മിഡ് ക്യാപ്പിൽ മാത്രം പുതിയ ഹൈ ഒന്നും വന്നിട്ടില്ല. മിഡ് ക്യാപ്പും ബി ഷേപ്ഡ് പ്രൊഫൈലാണ്, പുതിയ ഹൈ ഒന്നും വന്നില്ല. കാരണം ഈ പഴയ റേഞ്ചൊക്കെ കിടന്ന് കളിച്ചുകൊണ്ട് പുതിയ ഹൈ ഒന്നും വന്നിട്ടില്ല ആശാന്. POC 13,675 ഭാഗത്താണ് POC. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള POC എന്ന് പറഞ്ഞാൽ എന്താണ്? POC വന്നിരിക്കുന്നത് 13,000 POC നമ്മൾ നേരത്തെ മാറ്റിയപ്പോൾ എങ്ങോട്ടോ പൊങ്ങിയിട്ട് പോയായിരുന്നു. സോ 13,676 ഭാഗത്തേക്ക് POC 13,676 ഭാഗത്തേക്ക് POC വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞാൽ താഴേക്കുള്ള റെഫറൻസ് ലെവൽ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് വ്യൂ ചെയ്യാം. അപ്പം ഈ അപ്സൈഡ് റെഫറൻസ് ലെവൽ എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പ് പക്ക, ബാങ്ക് നിഫ്റ്റി എല്ലാത്തിനെയും പോലെ ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ് ആശാൻ വന്നിരിക്കുന്നത്. ഇനി ബൈയിങ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഇനി ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ഫ്രഷ് ബൈയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ബി പീരീഡ് അല്ലെങ്കിൽ ആ ഒരു നെക്കിന്റെ ഹൈക്ക് മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അപ്പം പക്ക പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാണ് പക്ക പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിന്റെ ബൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു 13,755 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. അത്രയാണ് 13,755 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് നിൽക്കും. ഫസ്റ്റ് ടാർഗറ്റ് 13,800 ഭാഗത്തേക്ക് പോകും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നത് സെക്കൻഡ് ടാർഗറ്റ് 13,750. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 13,848 ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ്. R2 എന്ന് പറഞ്ഞാൽ 13,845 ഭാഗത്തേക്കും വരാം. R3 എന്ന് പറഞ്ഞാൽ 13,900. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ സെല്ലിങ് നേരത്തെ തുടങ്ങിയത്, ഈ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 13,755 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് 13,550 താഴെ സെല്ലിംഗ് എടുക്കുക. അതായത് ഇന്നത്തെ ലോവിൽ ഒരു 10 പോയിന്റ് കൂടെ താത്തി ഞാൻ വെച്ചിട്ടുണ്ട്. 13,550 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം.
അത് ഫസ്റ്റ് ടാർഗറ്റ് 13,500 ഭാഗത്തേക്ക്, എത്രയാണ് 13,500 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,447, ഈ വാല്യൂ ഏരിയ ഹൈ 13,447 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,400, 13,400 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസിലേക്ക് വേണ്ടിയുള്ള ഒരു ലെവൽ താഴേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. ബി ഷേപ്ഡ് പ്രൊഫൈലാണ്, ലാർജർ വൈഡ് IB ഉണ്ട്. സോ ഈ ഒരു പ്രൊഫൈലിനകത്ത് വേണമെങ്കിൽ അപ്സൈഡിൽ കുറെ ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ഇന്നത്തെ ലോവർ ലെവൽ പൊട്ടുകയാണെങ്കിൽ ഹെവി ലിക്വിഡേഷനും വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലായിരിക്കും. സോ നാളെ തൊട്ട് ഈ വരാവുന്ന ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെന്റ് വരുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്താൽ നല്ല ട്രേഡ്സുകൾ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ വരാൻ പോകുന്ന ഫെബ്രുവരി 14 ട്രിവാൻഡ്രത്ത് വെച്ച് ഡെസ്റ്റിന ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സിന് കോൺക്ലേവ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് 15 ദിവസം എൻ്റെ കൂടെ ഇരുന്ന് ലൈവായിട്ട് സൂം മീറ്റിംഗിൽ ട്രേഡ് ചെയ്യാം. 15 ദിവസം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യാം. EODക്ക് രാത്രി എൻ്റെ കൂടെ കയറാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ 13 ഫെബ്രുവരി 14 ഈവന്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്പനിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഞാനുണ്ടാവും, അരുൺ ട്രേഡ് മാക്സ് കാണും, നിഖിൽ ഗോപാലകൃഷ്ണൻ കാണും, മണി ടാക്സിന്റെ 5 പൈസയുടെ ആൾക്കാർ കാണും. ഈ ഈവന്റ് എല്ലാം പാക്ക് ചെയ്ത് ക്ലിയർ ആക്കി വരുന്നത് 5 പൈസയും ക്രിറ്റിക്കൽ ടെക്കും കൂടെ ചേർന്നാണ്. സോ ഈ ഡെസ്റ്റിന 2026 എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. തമ്പനിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട്. മാർക്കറ്റിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് നമുക്ക് റിയാക്ട് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഹാപ്പൻ, റിയാക്ഷൻ ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളെ ട്രെയിനിങ് പഠിച്ച വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഹാപ്പി